ഒരു ബെൻസുണ്ട്, അംബാസഡർ ഉണ്ട്, പിന്നെ വേറെ ഏതാണല്ലോ നമ്മുടെ ജിപ്സി ഉണ്ടല്ലോ, സെയിലുള്ളതുകൊണ്ടില്ലേ ഇത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് ചെയ്ത സിനിമ ഏതായിരുന്നു? കടുവയിൽ ദുൽഖറിൻ്റെ പടം. അപ്പോൾ അതിൽ ഗൂഗിൾ സൊല്യൂഷനിൽ ഇപ്പോൾ അന്വേഷിക്കുകയും കണ്ടെത്തും ഇറങ്ങാൻ പോകുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു. അതിൽ 20,000 വണ്ടിയല്ലേ ഇത്? അതെ. ഹായ് മച്ചാമാരെ, ഞാനിപ്പോൾ ഉണ്ടല്ലോ കോട്ടയം പോകുമ്പോൾ നിൽക്കുക. കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ കാണാനും നിങ്ങളെ കാണിക്കാനും വേണ്ടി. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മൾ റാന്നി പോയി ഷായിച്ചേൻ്റെ കുറച്ച് വണ്ടികൾ, ഒരു കോർണസ്, അതുപോലെ ഒരു ജീപ്പ്, പിന്നെ ഒരു മോഡിഫൈഡ് ജീപ്പ്, പിന്നെ ഒരു വില്ലീസ്, ഒരു സഫാരിയൊക്കെ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ സഫാരി പോയെന്നും പറഞ്ഞു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരോ സഫാരി വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിനൊക്കെ. കാരണം നമ്മുടെ വീഡിയോ കുറച്ച് റീച്ചായിരുന്നു ആ ഷോർട്സൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളെ അങ്ങനെ വീഡിയോ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോട്ടയം തീക്കോയ് ഭാഗത്തേക്ക് കേട്ടോ. അവിടെ കുറച്ച് വണ്ടികളുണ്ട്, കുറച്ച് അംബാസഡർ ഉണ്ട്, ഒന്ന് രണ്ട് അംബാസഡർ ഉണ്ട്, പിന്നെ പ്രീമിയർ പത്മിനി ഉണ്ട്, പിന്നെ ഒരു പഴയ ജീപ്പുണ്ട്, പിന്നെ ഒരു ജിപ്സി ഉണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. അവരത് മെയിനായിട്ട് ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന വണ്ടികളാണ്, ലൊക്കേഷനിലേക്ക് കൊടുക്കുന്ന വണ്ടികളാണ്. കുറച്ചധികം വണ്ടികളുണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ ഒന്ന് വീഡിയോ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അവർക്ക് ചെറുതായിട്ട് കാറിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റുള്ള ഡീറ്റെയിൽസ് അവിടെ പോയിട്ട് പറയാം കേട്ടോ. സ്പോട്ടൊക്കെ ഞാൻ പോയിട്ട് പറയാം. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ ബാ ഫ്രണ്ട്സാണ്. നമ്മൾ സ്പോട്ടിലെത്തി. ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, ഫുൾ വണ്ടികളുണ്ട്, മറ്റൊന്നും നിറയെ വണ്ടികൾ ഇവരുടെ. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് മാറ്റിയിടുവാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ബ്രോ, പേരെന്ന് പറയാമോ? ഹിബാഷ് എന്നാണ് എൻ്റെ പേര്. ഹിബാഷ് എന്നല്ലേ? ഇത് സ്ഥലം ശരിക്കും എവിടെയാണ്? ഇത് തലനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. തലനാട് വാഗമൺ പോകുന്ന റൂട്ടാണ്. ജില്ല കോട്ടയം. കോട്ടയം ജില്ല. ഓക്കെ. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ടല്ലോ. ഇതെന്ത് കളക്ഷനാണോ അതോ? ഇത് കളക്ഷനും പിന്നെ അത്യാവശ്യം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെയാണ്. ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടല്ലേ? ഓക്കെ. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് വെച്ചിട്ടോ. കാരണം ഇതുണ്ടോ, ഒരു ജിപ്സി ഉണ്ട്, അതുപോലെ ജീപ്പ്, അംബാസഡർ. ഇവർക്ക് നിങ്ങൾക്ക് യൂസ്ഡ് കാർ സെയിലും ഉണ്ടല്ലേ? ചെറുതായിട്ട് ചെറിയ സെയിൽസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? ഈ ജീപ്പൊക്കെ 2 സിനിമകളിലാണ്. എത്ര സിനിമകളിലാണ്? ഇപ്പം 3 പടത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. 3 സിനിമയല്ലേ? അപ്പോൾ അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു ബാക്കിലൊരു അംബാസഡർ ഉണ്ട്, ഇതൊരു ബെൻസുണ്ട്, അങ്ങനെ പഴയ മോഡൽ ബെൻസ് കേട്ടോ. അതൊക്കെ അടിപൊളിയാനായിട്ട്. പിന്നെ പത്മിനി അല്ലേ പറഞ്ഞാൽ, പിന്നെ ഒരു വില്ലീസ് ടൈപ്പ് ചെയ്തൊരു ജീപ്പുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വണ്ടിയിൽ നിന്ന്. ഈ ജീപ്പിൻ്റെ ഡീറ്റെയിലൊക്കെ എങ്ങനെയാണ്? ഇത് 89 മോഡൽ. 89 മോഡലല്ലേ? 89 മോഡൽ ഹൈ സ്പീഡ് എഞ്ചിൻ ഓൾട്രേഷൻ ഉള്ള വണ്ടിയല്ലേ? CJ500 ആണ് എഞ്ചിൻ വരുന്നത് അല്ലേ? ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ 27 ഫിറ്റ്നസ് ഉണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും കറണ്ടാണ്. ഫീസ് സർട്ടിഫിക്കറ്റ് അടക്കം കറണ്ടാണ്. ഇതിന്റെ പെയിന്റ് ഒക്കെ റീപെയിന്റ് ചെയ്തോ? ശ്രമിക്കാൻ വേണ്ടി എങ്ങനെ? നല്ല പെയിന്റ് ആണല്ലോ. ഇതിപ്പം അടുത്തിടക്ക് അന്വേഷിക്കും കണ്ടെത്തുന്ന പറഞ്ഞ പടമുണ്ട്. ഏതാ? അന്വേഷിപ്പിൻ കണ്ടെത്തും. ടോവിനോ തോമസിന്റെ. അതെ. അത് കഴിഞ്ഞിട്ട് ഒന്ന് പെയിന്റ് അടിച്ചാണ്. ഓരോ വർഷം കൂടുമ്പോൾ നമ്മളൊന്ന് വണ്ടി ഒന്ന് പെയിന്റ് അടിക്കാറുണ്ടല്ലേ? ഈ വണ്ടിയൊക്കെ മെയിൻ്റനൻസ് എങ്ങനെയുണ്ട്? ഇതിന് 5000 കിലോമീറ്റർ ഡീസൽ, 5000 അല്ലേ ചെയ്യുന്നത്? ഓയിൽ ചേഞ്ച് വരുന്നത്. ഓയിൽ ചേഞ്ച് 5000 കിലോമീറ്ററിൽ ഏകദേശം എന്നാ മുടക്കാവും? ഓയിൽ ചേഞ്ച് ഫിൽറ്ററൊക്കെ സംഭവം ചെയ്ത് ഓയിൽ 1500 വെച്ച് എമൗണ്ട് വരുന്നുണ്ട് അല്ലേ? മൊത്തം ഒരു 3000 നിൽക്കുമോ സർവീസ്? അത് താഴെ നിൽക്കും. 2500 അങ്ങനെ സർവീസ് നിൽക്കുള്ളൂ. പിന്നെ ഇതിന്റെ മൈലേജ് ഏകദേശം എന്നാ ഉണ്ട്? ഇത് ഹൈ സ്പീഡ് ചെയ്യാണ്ട് ഒരു 10-12 ഉണ്ടല്ലേ? 12 കിട്ടും അല്ലേ? വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ഈ ആദ്യം പോയ സിനിമ ഏതായിരുന്നു? ഫസ്റ്റ് ചെയ്ത സിനിമ ഏതായിരുന്നു? കടുവയിലുണ്ടല്ലേ ഈ സിനിമ? ഈ വണ്ടി ഉണ്ടല്ലേ? അത് ഏത് സീനിലാണ്? അത് ഷാജൻ ചേട്ടനായിട്ടൊരു സ്റ്റണ്ടിന്റെ സീക്വൻസ് ഉണ്ട്. ലാസ്റ്റ് വരുന്നതാണോ? ഏടാ ടൈമിൽ, അതായത് ലാസ്റ്റ് ടൈമിലായിട്ട് വരുന്ന സീക്വൻസ് ആണ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഉപയോഗിച്ചേക്കുന്ന വണ്ടി ഏതാ? ലാസ്റ്റ് സിനിമയിൽ ഉപയോഗിച്ചേക്കുന്ന വണ്ടി അത് കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ വെച്ചൊരു പടം ഉണ്ടായിരുന്നു. കിങ് ഓഫ് കൊത്ത നമ്മളത് ദുൽഖറിന്റെ പടം. അപ്പോൾ അതിൽ ഗൂഗിൾ സൊല്യൂഷനിൽ ക്യാരക്ടർ വണ്ടിയാണ്. കിങ് ഓഫ് കൊത്തല്ല? അതെ. ഇപ്പോൾ അന്വേഷിക്കുകയും കണ്ടെത്തും ഇറങ്ങാൻ പോകുന്നു. അതിൽ 20,000 വണ്ടിയല്ലേ അത്? അതെ. മെയിൻ വണ്ടി പുള്ളിയുടെ ക്യാരക്ടർ വണ്ടി, പുള്ളിയുടെ പോലീസ് ജീപ്പ്. ഓക്കെ. ആ വണ്ടി ആയിട്ട്. അപ്പോൾ ഇനി സിനിമകളിലൊക്കെ നമുക്ക് ഈ വണ്ടി കാണാം കേട്ടോ. ഈ വണ്ടി ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇതാട്ടോ ഓവറോൾ വണ്ടിയുടെ ലുക്ക് എന്താ? വേറെ ഈ ഇടയ്ക്ക് പെയിൻ്റൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വണ്ടി കാണാറുണ്ട്. ഈ കാണുന്ന നമ്മുടെ ഈ വണ്ടിയുടെയൊക്കെ ടാങ്ക് ഈ ഭാഗത്തല്ല വരുന്നത്? ഡീസൽ ടാങ്ക് വരുന്നല്ലേ? ഇത് വണ്ടി ഡീസൽ എങ്ങനെയല്ലേ? ഇത് ഡീസൽ വണ്ടിയാണ്. ഒരു 94 വരെ 95 വരെ ഈ ഒരു മോഡലാണ് ഡീസൽ ടാങ്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ടാങ്ക് ഇവിടെ വരും അല്ലേ? ഇത് സീറ്റിനടിയിലാണ്. ഈ കാണുന്ന ടാങ്ക് നേരെ അടുത്തേക്കല്ല വരുന്നത് ടാങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല. ഈസി ആയിട്ട് ഡീസൽ ഫ്രണ്ടിലേക്ക് എത്തൂലേ? ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര ലിറ്ററാണെന്ന് അറിയോ ടാങ്കിൻ്റെ? അറിയില്ലായിരിക്കും അല്ലേ? വേറെ വണ്ടിയിൽ വേറെ പണിതിട്ടൊന്നുമില്ല? വേറെ കാര്യമായിട്ടൊന്നും
പിന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഗ്രീസ് അടിക്കാറുണ്ട്. ഗ്രീസ് പെയിൻ ഉണ്ടോ? ഗ്രീസ് പെയിൻ ഉണ്ടോ? അതെ അതെ. അത് എവിടെയൊക്കെ വരുന്നത്? ഒന്ന് പ്ലേറ്റിൻ്റെ ഇവിടെ വരും. ഇത് വില്ലീസിന് ഇങ്ങനെ വരാറില്ലേ? ഗ്രീസ് പോയിന്റ് വരാറില്ലേ? എല്ലാ വണ്ടികളും ജീപ്പ് ഐറ്റംസിനും എല്ലാത്തിനും വരാറുണ്ട്. ഒന്നത് നമ്മുടെ പ്ലേറ്റിൻ്റെ ജോയിൻ്റ് അവിടെ, പിന്നെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഇത് എൻഡാണ് വരുന്നത് അവിടെ അല്ലേ, വീലിൻ്റെ എൻഡാണ്. പിന്നെ ഇവിടെയും ഉള്ളിലും വരാറുണ്ട് ഗ്രീസ് പോയിന്റ്. ഗ്രീസ് പോയിന്റ് വേറെ എവിടെ ഉള്ളത്? ഇതാ സെയിം അപ്പോഴാണല്ലേ? പിന്നെ ബാക്കിലേക്ക് പോകുമ്പോഴോ? ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത്. ഇതാണ് സംഭവം എന്നാ? ഇത് ജീപ്പ് കുടഞ്ഞു പോകും, നമ്മുടെ കയ്യിൽ നിന്ന് വെട്ടിപ്പോവാറുണ്ട്. ഇത് വെട്ടാതിരിക്കാൻ വേണ്ടി ഫ്രണ്ട് വീല് ഓട്ടത്തിൽ വെട്ടാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഷോക്ക് അബ്സർ ഘടിപ്പിച്ച് വെച്ചേക്കുന്നത്. ഷോക്കാരത്? ഷോക്ക് അബ്സറാണ്. അത് കൊള്ളാലോ അത്. അപ്പോൾ ഇതെല്ലാ വണ്ടിക്കും ചെയ്യാൻ പറ്റുമോ? അതെല്ലാ വണ്ടിക്കും ചെയ്യാൻ പറ്റും അല്ലേ? ഇത് ചെയ്യുമ്പോൾ തന്നെ പറ്റുന്ന വണ്ടിയുടെ ഷേക്ക് മാറുമോ? അത് മാറും. അത് വണ്ടി ഓട്ടത്തിൽ കുടഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ അത് പോകാതെ കറക്റ്റായിട്ട് നിൽക്കും. ഇതൊക്കെ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെയ്താണത്? ഇല്ല, നമുക്ക് ഈ വണ്ടി കിട്ടിയപ്പോഴേ അങ്ങനെ ഉണ്ടായിരുന്നു. കിട്ടിയപ്പോഴുണ്ടായിരുന്നല്ലേ ഇങ്ങനെയൊക്കെ? വേറെ എന്തെങ്കിലും വണ്ടി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? വേറെ ആയിട്ടൊന്നും. പിന്നെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അല്ലേ? പിന്നെ ഈ ഭാഗത്തേക്ക് ഈ ഗ്രീസ് ഇത് അത് തന്നെയുള്ളതല്ലേ? ഇത് ശരിയും ഗ്രീസ് ചെയ്യണ്ടേ? പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട്, സ്റ്റിയറിംഗിന്റെ എൻഡ് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലായിട്ട്. ഗ്രീസ് പോയിന്റ് അല്ലേ? ഗ്രീസ് പോയിന്റ് ആണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്? ഗ്രീസ് ചെയ്യേണ്ടത് ഏത് സമയത്ത് എത്ര സമയം അങ്ങനെ വല്ലതും ഉണ്ടോ? 100 കിലോമീറ്റർ. 100 കിലോമീറ്റർ ചെയ്യണം അല്ലേ? ഇതിപ്പോൾ അടുത്തിടയ്ക്ക് ചെയ്താൽ അല്ലേ കാണുന്നത്? ഈ അടുത്തിടയ്ക്ക് ചെയ്താണ് അല്ലേ? അടി വാഷ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യണം, ഗ്രീസ് ചെയ്യാൻ അല്ലേ? പിന്നെ ഹൗസിങ്ങിന്റെ അടിയിൽ ഹൗസിങ്ങിന്റെ ജോയിന്റ് വരും, അതിന്റെ അടിയിൽ ഉള്ളിൽ ഗ്രീസ് ചെയ്യണ്ടല്ലേ? ഇതിൽ ഒരുമിച്ചല്ലേ ചെയ്യുന്നത്? 100 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഒരുമിച്ചല്ലേ ചെയ്യുന്നത്? ഓക്കെ. അതെങ്ങനെ പുറത്ത് നമ്മൾ പുറത്തുകൊണ്ട് ചെയ്യണേ? ഇത് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുന്നിടത്ത് തന്നെ ഗ്രീസിങ് ചെയ്യുന്നുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് സെപ്പറേറ്റ് നോബും കാര്യങ്ങളൊക്കെ വേണം. ഉണ്ടല്ലേ? ഓക്കെ. ബാക്കിലും എവിടെ ചെയ്യുന്നത്? പ്ലേറ്റിന്റെ ജോയിന്റ് ഇവിടെ അല്ലേ? ഈ കാണുന്നത് ഫ്രണ്ടിലായിട്ടുണ്ട് വരുന്നുണ്ട്. ഈ ഗ്രീസ് ചെയ്യാൻ എന്നാ മുടക്കാവും ഏകദേശം? ഇത് വണ്ടി വാട്ടർ സർവീസ് ചെയ്തിട്ട് ഗ്രീസ് കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് 250 രൂപ 300 രൂപ വരും. കൂടുതൽ വരും. 300 രൂപ ചെയ്യാൻ 300 രൂപ ആവുള്ളൂ വാട്ടർ സർവീസ് അടക്കം. മൊത്തം എത്രയാവുള്ളൂ? മൊത്തം അത്രയാവുള്ളൂ. ഗ്രീസിന് തന്നെ വേറെ പൈസ കൊടുക്കണ്ട? വേണ്ട, ഒരുമിച്ച് തന്നെ ചെയ്തു പോകുന്നല്ലേ? അത് സെപ്പറേറ്റ് കൊടുക്കേണ്ട വരുന്ന കഴിഞ്ഞാൽ നമ്മൾ ടയർ പഞ്ചർ നിറയ്ക്കുന്ന കടകളുണ്ടല്ലോ, അവിടെ ലോറിക്കൊക്കെ അടിക്കുന്നിടത്തും ഉണ്ടാവും. അവിടെ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് കാശ്. അത് വലിയ എമൗണ്ട് ഒന്നും ഗ്രീസ് ചെയ്യുന്നതിന് 150 രൂപയൊക്കെ അവർ ഈടാക്കുള്ളൂ. അത്ര ഉള്ളല്ലേ? ഇത് നമുക്ക് വേണ്ട അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലൊക്കെ എല്ലാം സിമ്പിളല്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ? ഇതൊക്കെ ഒറിജിനലാണോ ബ്രോ ഈ സ്റ്റിയറിങ്? ഇത് ആ ഒരു മോഡൽ വരുന്ന വണ്ടിക്ക് വരുന്ന? അത് പിന്നെ മാറി വെച്ചാണോ? ഇല്ലല്ലേ, ആ ഒരു മോഡൽ വരുന്ന വണ്ടിക്ക് വരുന്നത്. അല്ല, ഈ ഓൺ ഇങ്ങനെ തന്നെ വരുന്നതാണോ ഈ വണ്ടിക്ക്? ഈ സമയത്ത് ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ വരുന്നതാണ്. ഇതിന്റെ ഉള്ളിലൊരു EM പോലത്തെ ഒരു സാധനം പോലെ ഉണ്ട്. അത് കൂട്ടി വരിഞ്ഞാണ് ഓൺ നമുക്ക് കിട്ടുന്നത്. അത് പോകും, അതിന്റെ ഒരു പോയിന്റ് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് രണ്ടാമത്തെ ആൾക്കാർ പമ്പിങ് ഓൺ ചെയ്യുന്നല്ലേ? ഇവിടെ 4 വീൽ അല്ലേ? 2 വീലാണ്. 2 വീൽ വണ്ടിയല്ലേ? 3+1 ആണ് ഗിയർ ബോക്സ്. 3+1 അല്ലേ? 3 ഫോർവേഡും റിവേഴ്സും അല്ലേ? ഈ മീറ്ററൊക്കെ ആ സമയത്ത് തന്നെ ഉള്ളതല്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല? ഈ വലിക്കുന്ന സ്വിച്ചുകൾ സ്റ്റോപ്പർ അല്ലേ? ഇതൊന്ന് സ്റ്റോപ്പർ അതല്ലേ? അത് ഇത് സെപ്പറേറ്റ് ലൈറ്റിന്റെ കണക്ഷൻ ലൈറ്റിന്റെ കണക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് വർക്കിംഗ് അല്ല. അതിന്റെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എക്സ്ട്രാ ലൈറ്റ് വരുമല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി മെയിനായിട്ട് ഷൂട്ടിങ്ങിനല്ലേ ഉപയോഗിക്കുന്നത്. നമ്മളല്ലാണ്ട് ഇത് പുറത്തേക്ക് എടുക്കാറൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല. വണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് ഏത് വണ്ടി ഈ വണ്ടി എടുക്കാൻ കാരണമുണ്ട്? ഈ പഴയ കാലത്തെ വണ്ടികൾ അടിക്കുമ്പോഴാണ് വണ്ടി എടുക്കുന്നവർ. അതെ, പഴയ പോലീസ് ജീപ്പ് സെറ്റപ്പിന് ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അത്യാവശ്യം വണ്ടി ഓട്ടമുള്ള സമയമല്ലേ? ഇപ്പം ഇച്ചിരി കുറവാണ്. അതല്ല, അത്യാവശ്യം വണ്ടിക്ക് ഓട്ടം വരുന്നല്ലേ? സോറി, ചോദിച്ചത് മാറിപ്പോയതാ. അത്യാവശ്യം വണ്ടിക്ക് കിട്ടുന്നല്ലേ? ഷൂട്ടിങ്ങിന് എപ്പോഴും തന്നെ കിട്ടുന്നല്ലേ വണ്ടി? എപ്പോഴും തന്നെ പോകുന്നല്ലേ? കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ വണ്ടി പോകുന്നുണ്ടല്ലേ? ഇതൊക്കെയാണ് ജീപ്പിൻ്റെ വിശേഷങ്ങൾ. ജസ്റ്റിൻ്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാമോ? ഇപ്പോൾ കുറേ ദിവസം എഞ്ചിൻ കയറാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരണേ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ബ്രോ. ഇത് പെട്ടെന്ന് സ്റ്റാർട്ടൊക്കെ ആവുമല്ലേ? പെട്ടെന്ന് മെക്കാനിക്കലി ഫിറ്റ് അല്ലേ വേണ്ടേ? വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വണ്ടിക്കില്ലല്ലോ? ഒന്ന് റേസ് ചെയ്യാമോ ചെറുതായിട്ട്? ആ സൗണ്ടൊക്കെ അടച്ചാറോ? സൗണ്ടൊക്കെ അടിപൊളിയാട്ടോ. ഓഫാക്കിയോ?
ഇതൊന്ന് പറയാമോ ബ്രോ ഈ ഓയിലിൻ്റെ സംഭവം? ഇത് 0 അല്ല. ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ 3 വരണം ഓയിൽ പ്രഷർ. വണ്ടിയുടെ എൻജിൻ്റെ ഇതെല്ലാം ഇതിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അതിന് 3 താഴത്തേക്ക് തന്നെ പറ്റുന്നത്? അത് എൻജിൻ്റെ ഇത് മാറുന്നുണ്ട്. ഓയിലിൻ്റെ പ്രഷർ കുറയും. എൻജിൻ ഫെയിലിയർ ആകുമ്പോൾ താഴോട്ട് വരും. ഇത് 1 വരെ ഓടും. ഓയിൽ പ്രഷർ 1 വരെ വന്നിട്ട് ഓടും. 3 വേണം കറക്റ്റായിട്ട് വേണ്ടത്. അത് താഴത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇപ്പം കിട്ടി. ഇത് കുറേ സംശയം വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഇന്റർനാഷണൽ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഇന്റർനാഷണൽ എഞ്ചിൻ എന്ന് വെച്ചാൽ പഴയ സ്ലോ സ്പീഡ് എഞ്ചിനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ എഞ്ചിൻ അതെന്നാ പ്രത്യേകത തന്നെ? അത് ഹീറ്റ് ചെയ്താണ് വണ്ടി സ്റ്റാർട്ട് ആക്കേണ്ടത്. ഇത് ഹൈ സ്പീഡ് എഞ്ചിന് ഹീറ്റ് ആവശ്യമില്ല, ഉടനെ വണ്ടി സ്റ്റാർട്ട് ആവും. അപ്പോൾ അത് സ്റ്റാർട്ട് വേറെ ഒന്നും ചെയ്യണം വണ്ടിക്കകത്ത്? താക്കോൽ തന്നെ ഹീറ്റിംഗ് വരും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലൈൻ വലിച്ച് സെപ്പറേറ്റ് ഹീറ്റിംഗ് സ്വിച്ച്. വണ്ടിക്ക് വേണമല്ലേ? നല്ല വണ്ടികൾ കമ്പനി വിടുന്നത് താക്കോൽ തന്നെ ഹീറ്റിംഗ് സ്വിച്ച് ആണ്. പിന്നെ രണ്ടാമത് ബാറ്ററി കട കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് സ്വിച്ച് വലിച്ചിട്ട് ഹീറ്റിങ്ങിന് സ്വിച്ച് ആക്കി കൊടുക്കുന്നത്. എത്ര വരെ മോഡലുണ്ടായി ഇന്റർനാഷണൽ വരുന്നത്? അത് 90 വരെ വരുന്നുണ്ട്. 90 വരെ ഇന്റർനാഷണൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സംശയമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ? ഇനിയിപ്പോൾ ഉള്ള വണ്ടിയാണ് നമ്മൾ പറയാനുള്ളത് ഫീറ്റ് അല്ലേ? ഇത് നോക്കിയാലോ നമുക്കിനി. ഓക്കെ, ഫീറ്റിലേക്ക് പോട്ടെ.